അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയാലോ? നമ്മുടെ വീട്ടിൽ കിടക്കുന്ന സാധാരണ സാധനങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിച്ചുള്ളൂ കേട്ടോ. ആകെ നമ്മൾ മേടിച്ചേക്കുന്നത് ഈ റെസിനാണ്. അപ്പോൾ നമുക്ക് നേരെ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പലക. അപ്പോൾ ഇതിന് ഞാൻ നോക്കുന്നത് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മോഡലാണ്. നമ്മൾ മൊത്തത്തിൽ നിറഞ്ഞൊഴുകണം ഇങ്ങനത്തെ മോഡലൊന്നും എടുക്കല്ല, ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു മോഡൽ എടുക്കാം. ഇത് വെറും ഒരു മോഡലാണ്, നമുക്ക് വെറുതെ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വെള്ളച്ചാട്ടം, ഇവിടെ ഒഴുകുന്ന സ്ഥലം, ഇവിടെ കര. ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ സൈഡിലൊരു സാധനം ഇരിക്കണ്ടാവില്ലേ, തെർമോക്കോളിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പേപ്പറിൻ്റെ അങ്ങനത്തെ ഒരു സാധനം വേണ്ട. നമുക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിക്കാൻ എന്തുകൊണ്ട് ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഒരു ഹൈറ്റിൽ ഒരു ലെവലൊരു സാധനം കിട്ടണം. ഇനി നമുക്ക് വേണ്ടത് പ്ലാസ്റ്ററാണ്. അപ്പോൾ നമുക്ക് മൊത്തം പ്ലാസ്റ്റർ വെച്ച് കവർ ചെയ്യാം. പ്ലാസ്റ്റർ പാരീസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ഉപയോഗിക്കണം. നമുക്ക് പ്ലാസ്റ്റർ പാരീസ് കുഴയ്ക്കാം. നമുക്കിത് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. നമ്മൾ തുണി മുക്കിയ സെറ്റാക്കണതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണം. ഇത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനത്തെ പഴയ തുണികളാണ്. അപ്പോൾ ഇച്ചിരി വലിയ പഴയ തുണി എടുക്കാം, നന്നായിട്ട് മുക്കുക, എല്ലായിടത്തും ആവണം. നമുക്ക് ഈ സാധനം കവർ ചെയ്യാം. നമുക്ക് പ്ലാസ്റ്റർ കുറച്ച് കട്ടിയിൽ കുഴച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബേസ് ഒന്ന് ഉറപ്പിക്കാം. സെറ്റായിക്കോളും. ഇനി നമ്മൾ ഈ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ, അവിടേക്കും കുറച്ചൊരു ചെറിയൊരു പെട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആ തുണി അതുകൊണ്ട് ഹൈഡ് ചെയ്യാം. അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് ഇരുന്നോളും. ഈ പ്ലാസ്റ്റർ മൊത്തം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്തൊരു ചെറിയൊരു തുണി പോലൊരു സാധനം കെട്ടി വയ്ക്കാം. അപ്പോൾ ചെറിയൊരു ഷേപ്പ് കിട്ടിക്കോളൂ ഈ ഭാഗത്ത്. ഇങ്ങനെ ഇവിടെ സാധനം കട്ട് ചെയ്തിട്ടാ ഉള്ളറച്ചുണ്ട്. പറമ്പി കിടക്കുന്ന ഇങ്ങനത്തെ കുറച്ച് കല്ലുകൾ വേണം. നമുക്ക് ഇവിടെ ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഉള്ളിങ്ങനെ കുറച്ച് കല്ലുകളൊക്കെ ഒട്ടിച്ച് മുകളിലിരിക്കുന്ന താഴെയിരിക്കുന്ന പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഈ താഴ്ഭാഗത്തെ നമ്മൾ ഫുള്ളിങ്ങനെ കല്ല് പതിപ്പിക്കാൻ കേട്ടോ, മൊത്തം കല്ലാണ്. ഇനി നമുക്ക് ഈ സൈഡിലും കുറച്ച് കല്ലുകൾ വയ്ക്കാം. അപ്പോൾ അതിന് നമുക്ക് ഗ്യാപ്പിലൊക്കെ പ്ലാസ്റ്റർ പാരീസിന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ സെൻറ്ററിലൊക്കെ ആയിട്ട് കുറച്ച് കല്ലുകൾ കിടക്കില്ലേ, അതേപോലെ സെറ്റ് ചെയ്യാം. ഇനി നമുക്കുണ്ടല്ലോ ഈ എല്ലാ കല്ലിൻ്റെയും ഫ്രെയിമില്ലേ, ഈ ഒരറ്റം, ഈ അറ്റത്ത് ഇങ്ങനെ പ്ലാസ്റ്റർ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവില്ല, ഈ പുറത്തേക്ക് തന്നെ നിന്നോളും. അതുപോലെ തന്നെ ഈ പുറം ഭാഗത്ത് ഇങ്ങനെ തന്നെ നമുക്ക് ചുറ്റിനും കവർ ചെയ്ത് കൊടുക്കാം ഈ കല്ലിൻ്റെ ഗ്യാപ്പുകളൊക്കെ. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ബേസിക് ഒരു ഷേപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റർ പാരീസൊക്കെ ഏകദേശം ഉറച്ചിട്ടുണ്ട്, എല്ലായിടത്തും കല്ലൊക്കെ സെറ്റായിട്ടുണ്ട്. എൻ്റെ കളർ എന്ന് പറയുന്നത് ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കാണ്, പിന്നെ കുറച്ച് ബ്രൗണും വേണം. നമുക്കത് വെച്ചിട്ട് ഇത് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. എല്ലാ കല്ലുകൾക്കും നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അത് താഴെ കാണുന്ന എല്ലാ കല്ലുകൾക്കും നമ്മൾ ഈ ബ്ലാക്ക് കളർ അടിക്കണേ. ഇടയ്ക്ക് കുറച്ച് ഇങ്ങനത്തെ യെല്ലോ ഷെയ്ഡും റെഡ് ഷെയ്ഡും അങ്ങനത്തെ സാധനം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിരിക്കും. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ പെയിൻറ്റിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം വീണ ഈ ഫ്ലോറിലുണ്ടല്ലോ, നമ്മൾ റെസിൻ ഉപയോഗിച്ച വെള്ളം ഉണ്ടാക്കണേ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വെറുതെ ഈ പശ ഇങ്ങനെ ഒഴിച്ചിട്ടേ മൊത്തം ബ്രഷ് ചെയ്ത് വെക്കാം. നമ്മൾ മേളിൽ നിന്ന് വെള്ളം ഒഴിക്കണ ഈ ഭാഗമുണ്ട്, അവിടെയും കുറച്ച് പശ ബ്രഷ് ചെയ്ത് വെക്കാം. നമുക്ക് കുറച്ച് മണൽത്തരിയൊക്കെ എൻ്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരിതിന്. ഇനി ഇത് നമുക്ക് ഒരു ദിവസം എടുത്ത് വയ്ക്കാം, ശരിക്കും ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമായി. അപ്പോൾ പശയൊക്കെ ശരിക്കും ഉണങ്ങി മൊത്തം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. വെള്ളച്ചാട്ടം ഇരിക്കാനുള്ളൊരു ഫ്രെയിം ഉണ്ടാക്കാം നമുക്ക്. നൂൽക്കമ്പി വെച്ചിട്ടാണ് നമ്മൾ ആ ഫ്രെയിം ഉണ്ടാക്കണേ. കുറച്ച് അകന്ന് വീഴുന്ന രീതിയിലാണ് സെറ്റപ്പ് ചെയ്യണത്. ഇനി നമുക്ക് നമ്മുടെ ഈ നൂൽക്കമ്പി അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു നൂൽക്കമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 3 ചാട്ടത്തിനും
2 കമ്പി വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ തലവണയുടെ ഉള്ളിൽ കിട്ടണ ഇങ്ങനത്തെ പഞ്ഞിയില്ലേ, ഒരു തലവണയുടെ സൈഡ് കീറിയ ചെറുതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പഞ്ഞിയാണ് നമുക്ക് വേണ്ടത്. ശരിക്കും അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇങ്ങനെ പതഞ്ഞ് വീണ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ ആ പതഞ്ഞ് വീണ ഫീൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളം വീണ ഒരു ഫീൽ നമുക്കിങ്ങനെ നൈസായിട്ട് കിട്ടും. ഇത് മൊത്തം പശ വെച്ചിട്ട് ഒരു കോട്ട് പഞ്ഞി അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഹൈഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം സെറ്റ് ആയിട്ട് കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടം താഴെ പതഞ്ഞ് നിൽക്കണ പോലെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ കമ്പിയൊക്കെ ഏകദേശം ഹൈഡ് ചെയ്തിട്ടുണ്ട് പഞ്ഞൊക്കെ വെച്ചിട്ട്. ഇനി നമുക്ക് വെള്ളച്ചാട്ടം സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ്. നമ്മുടെ 3 ഫാൾസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിനകത്ത് റെസിൻ ഒഴിച്ച് സെറ്റാക്കാം, അതായത് വെള്ളം മൊത്തം സെറ്റാക്കാം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അങ്ങനത്തെ സംഭവം എടുത്തിട്ട് ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് 2 സൈഡിൽ ഒട്ടിക്കാം. നമുക്ക് ഇങ്ങനത്തെ 2 പീസ് ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഒട്ടിക്കാം. മടക്കി ഒട്ടിക്കാൻ ബാക്കി. ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ റെസിനാണ് കേട്ടോ. അപ്പോൾ ഇത് റെസിൻ, ഇത് ഹാർഡനർ. ഇങ്ങനത്തെ ഒരു ക്ലിയർ കപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. ഒരു ബ്രഷ് വെച്ചിട്ടൊരു മാർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റെസിൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സേഫ്റ്റി നമ്മൾ നോക്കണം. ഗ്ലൗവും ഗ്ലാസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനത്തെ വേറൊരു കപ്പിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ മറ്റേ പാർട്ട് ഒഴിക്കാം. ഇതുമ്പോൾ കണ്ട 1:1 എന്നാണ് ഇതിൻ്റെ റേഷ്യോ. അപ്പോൾ 1 കപ്പ് റെസിന് 1 കപ്പ് ഹാർഡനർ. അപ്പോൾ പല ബ്രാൻഡിനും വേറെ വേറെ റേഷ്യോ ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ. റെസിന് ഹാർഡനർ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നമ്മുടെ റെസിന് ശരിക്കും മിക്സ് ആയിട്ടിട്ടാ. ഇനി നമുക്കിത് അതിലേക്ക് ഒഴിക്കാം. എല്ലായിടത്തേക്കും ആവാങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ചെറിയൊരു കോട്ടിങ് പോലെ കൊടുക്കണുള്ളൂ. നമ്മുടെ ഈ മേൽ ഭാഗത്തും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ അധികം ഒഴിക്കാനുള്ള ജസ്റ്റ് ഒരു കോട്ടിങ് മാത്രം കൊടുക്കണുള്ളൂ. റെസിനില്ലാത്ത ഈ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ഈ സ്റ്റിക്ക് വെച്ച് തന്നെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുറച്ച് ഇരുട്ടായി, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒഴിച്ച് തീർക്കാം. ഈ ഗ്യാപ്പുകളിലേക്കും ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കാം. ഈ വെള്ളച്ചാട്ടത്തിനും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കട്ടിക്ക് ഇരുന്നുള്ളുണ്ട്. ബാക്കി നമുക്ക് നാളെ ഈ പഞ്ഞി വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് സെറ്റപ്പ് ആക്കാം. സേഫായിട്ട് അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് റെസിൻ ശരിക്കും ഉണങ്ങും. നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇത് നമ്മുടെ റെസിൻ ഉറച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഉറച്ച് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുറേ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ തുള്ളി പോലെ ഇരിക്കണുണ്ടോ. ഇങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം ശരിക്കും വീണൊരു ഫീൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ തുള്ളികളായിട്ട് ഇങ്ങനെ വീഴില്ലേ. നമ്മുടെ മേൽഭാഗത്തും ഉറച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ചെറിയൊരു കോട്ടിങ് കൊടുത്തുള്ളൂ. അതും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിടല്ലോ ഈ സാധനം പൊളിച്ചെടുക്കാം. നമുക്ക് ഈ പശയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കളയാം. നമ്മൾ ഈ സാധനം മൊത്തം പൊളിച്ചളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് ഇവിടെ. അതൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കാം. ഇത് നമ്മളിവിടെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചാറിന് ഇവിടെ ഒരു കളർ ഇങ്ങനെ കാണുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ പൂപ്പലായികൾ കുറേ വേണം. നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് സെറ്റ് ചെയ്യണം. ഈ ഏരിയയിൽ ഫുള്ള് നമ്മൾ പുല്ല് കൊടുക്കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് മൊത്തം.
അടുത്തത് നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടി സെറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. ഏകദേശം പുല്ലൊക്കെ വെച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് പുല്ല് സെറ്റ് ആയിട്ടുണ്ട്, മേളിലും സെൻറ്ററിലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുല്ലിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലായിടത്തും ജസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിരപ്പള്ളിയിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും, മതി ഇങ്ങനെ മേളിലുണ്ടല്ലോ, ഇവിടെ ഒരു ഓലപ്പര ഉണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കിയാലേ ഈ വെള്ളച്ചാട്ടം അങ്ങോട്ട് ഒരു ഫിനിഷിലേക്ക് വരുള്ളൂ. അത് നമുക്കൊരു ചെറിയൊരു പീസിൻ്റെ ഇങ്ങനത്തെ ഒരു ബോക്സ് വേണ്ട. ഇങ്ങനത്തെ ഒരു കുഞ്ഞി പെട്ടയിലും മതിട്ടാ. പെട്ടയെടുക്കാൻ വേണമെന്ന് വെച്ചു ഇത്ര മതിട്ടാ. ഒരു തറയും പിന്നെ ചിറ്റിനും ഒരു മതില പോലത്തെ ഒരു സാധനം. ബാക്കി നമുക്ക് ഈ കാല് വെച്ചിട്ട് ഒട്ടിക്കാം. ഈ ഒരു ഹൈറ്റിന് നമുക്ക് പഠിക്കാം. പശ വയ്ക്കാം 4 സൈഡിലും. കോലൊട്ടിച്ച് കൊടുക്കാം. ഇപ്പം ഏകദേശം കാലൊക്കെ വെച്ച് സെറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓലപ്പരയുടെ ഒരു സ്കെലിറ്റൻ. ഇതുമായിരിക്കും നമ്മൾ ഇനി ബാക്കിയവരോട് ചെയ്യാൻ പോണത്. ഇനി നമുക്ക് ഈ ആവശ്യമില്ലാത്ത നൂലും കാര്യങ്ങളൊക്കെ വെട്ടിക്കളയാം. പെയിൻറ്റ് ചെയ്തെടുക്കാം. ഈ ഗ്ലൂ ഗണ്ണിൻ്റെ പശയൊക്കെ മൊത്തം ഹൈഡാക്കും പെയിൻറ്റ് ചെയ്ത്. ചാക്കിൻ്റെ പീസ് നമുക്ക് വെട്ടിയെടുക്കാം. അത് വെച്ചിട്ട് നമ്മൾ ബാക്കി പണികൾ ചെയ്യണം. ഇനി ഇങ്ങനെ ഇതിൻ്റെ സൈഡ് മൊത്തം പശ വെച്ച് പൊട്ടിച്ച് ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഓലപ്പരയുടെ ഒരു ലുക്ക് വരും. ഇനി നമുക്ക് മേൽക്കൂര കൊണ്ടുള്ള സെറ്റാക്കാൻ അതുകൊണ്ട് ഒട്ടിക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്തേ ഒരു നാച്ചുറാലിറ്റി കൊണ്ടുവരാം. ഇതൊരു പഴയ ഫീൽ വരും. ഓക്കെ, ഏകദേശം റെഡി ആയിട്ട്. ഇനി നമുക്ക് ഇത് മുകളിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിക്കാം. ഇവിടെ സെറ്റ് ചെയ്യാം ഇങ്ങനെ. അപ്പോൾ നമ്മുടെ വീട് ഉറച്ചുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ റെസിൻ ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ഉഡായിപ്പ് വഴിയുണ്ട്. ആദ്യം ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഷേപ്പ് പോലെ ഒന്ന് പെയിൻറ്റ് ചെയ്യാം. ശരിക്കും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഡാർക്ക് പച്ച വെള്ളമായിരിക്കും. ഞാനതിനെ കൊടുത്തുന്നുള്ളൂ. അപ്പോൾ ഡാർക്ക് പച്ച ഒന്ന് പെയിൻറ്റ് ചെയ്ത് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു നമ്മുടെ വാതിലിന് കടിക്കുന്ന വാർണിഷില്ലേ, ഒരു ഗ്ലോസി ടൈപ്പ്, ആ സാധനം ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീല് നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അതിരപ്പള്ളിയുടെ ഷേപ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നണേ. നമ്മൾ ഏകദേശം മാക്സിമം ഡീറ്റെയിലും ഷേപ്പൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓലപ്പേരയും ആ 3 ചാട്ടങ്ങളും, സാധാരണ കാണുന്നത് 3 ചാട്ടങ്ങളാണ്. വെള്ളമാണെങ്കിൽ നിറച്ച് വീണ വെള്ളച്ചാട്ടം ഉണ്ടാ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഈ സാധനം. അപ്പോൾ നമ്മൾ സാധാരണ പോകുമ്പോൾ കാണുന്നത് ഇങ്ങനെ 3 ചാട്ടങ്ങളെ കാണാറുള്ളൂ. ചെറിയ ഒരെണ്ണം പിന്നെ 2 വലുത്. നമ്മളെ വീട്ടിൽ കിടക്കുന്ന സാധനം വെച്ചാണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കിക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വേറെ വീഡിയോസൊക്കെ കണ്ടു നോക്കണം. പിന്നെ അടുത്ത് നിങ്ങൾക്ക് എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.